അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഞങ്ങിപ്പോൾ ഇവിടെ ഉള്ളത് കൂഫയിലെ മുസ്ലിം റളിയല്ലാഹു അൻഹുരെ മഖബറിലായിട്ടിക്കറ്. അതേപോലെ ഞങ്ങളുടെ ബാക്കിലുള്ളത് ഞങ്ങളുണ്ട് ഇൻഷാല്ല ഒരു ടീമായിട്ട് ഞങ്ങളെല്ലാം ചങ്ങന്മാരായിട്ടാണ് സിയാറത്ത് വന്നത്. ഇൻഷാല്ല കർബല, അതേപോലെ നജഫ്, അതേപോലെ കൂഫ, അതേപോലെ മുസ്ലിം റളിയല്ലാഹു എല്ലാം ഞങ്ങൾ എന്തുണ്ട് നോക്കാൻ പോകണ്ട ഇൻഷാല്ല. ഇത് ഞങ്ങളെ ഇറാഖി അമീർ ഉസാം ഇതാണ് ഞങ്ങൾ അമീർ, അത് ഇറാഖിയാണ്. ബാക്കി ഇൻഷാല്ല ഇതിന് മുന്നോട്ട് ഞങ്ങൾ എങ്ങനെയാണ് കൂഫത്തേക്ക് ബന്ധിട്ടുള്ള വീഡിയോ നോക്കി വരും. ഓക്കെ, ഇതെല്ലാവരും കർബലക്ക് പോകുന്ന പ്രത്യേകത ഇതാ. ബസ് വന്നിട്ട് ബസ് പറ്റിയുള്ള കലയില് പോണ്ട പേരില് നമ്മൾ എല്ലാവരും കർബലൊക്കെ പോകുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മളെ എല്ലാ ഇന്ത്യക്കാരുള്ള അതുപോലെ നമ്മളെ ഉസ്താദ് മുഹമ്മദ് അലി അമീർ വലൈക്കും സലാം മുഹമ്മദ് അലി അമീർ മുഹമ്മദ് അലി ഉസാം നക്കൂർ പ്ലേസ് തരിയോ? ഓക്കെ അല്ലേ, എല്ലാം റെഡി അല്ലേ? ഓക്കെ, എന്താ അഭിപ്രായം നിങ്ങൾ നിന്ന് പോകുന്നതിനെ കുറിച്ച്? എല്ലാ അഭിപ്രായം പോകുന്ന വിഷയം പോയാര്. ബാക്കി പോവാത്തവർക്ക് ഇപ്പൊ കിട്ടി. ഇത് ഞങ്ങളെ അമീര്, ഇത് ഞങ്ങളെ അമീര്, ഇത് ഇറാഖി അമീർ അസാം ഷോനെ. ഇത് പ്രതിഭಟನೆ ಅಂದ್ರೆ ನಿಂಗೆ ಕೂಡ ಹಾಕ್ತಾರೋ? هذا الدوري منا خلي على الدوري بعدين على البياع دولي بعد ചെറിയൊരു അങ്ങനത്തെ തണ്ണി അതേപോലെ ഇതെല്ലാം എടുത്തോളൂ. ഇവിടെ സൈഡിൽ കുറേ ഒന്നുണ്ടോ അങ്ങാടിയല്ലോ ഉണ്ട്. ഇതൊരു പാവപ്പെട്ട ചെറിയൊരു കടയാണ്, ചെറിയൊരു അങ്ങാടി. ഹായ് സന ഹബീബി അൽഹംദുലില്ലാ. ഇതാണ് ഞങ്ങൾ പോണ്ടേ ಬಸ್ಸಲ್ಲ ಮಿನಿ ಟೆಂಪಸ್ ಅಲ್ಲ. ಆರು ಇಲ್ಲಿ ಹೋಗಿಲ್ಲ, ಬತ್ತರು ಇಲ್ಲಿ ಹೋಗಿಲ್ಲ, ಬತ್ತರು. ഇത് ചെറിയൊരു റോഡ് പോണ്ടത് കണ്ടില്ലേ? ഇതാണ് ഇറാഖ്. സിയാറത്ത് പോണ്ടല്ലേ? ತೊಂದರಿಲ್ಲ, ಎಂಟದು ಬರ್ತು ఉండదెಲ್ಲ తింటాను. ఉండగట్లుള്ളదెಲ್ಲ తింటాను. ఉండగట్లుള്ളದ ತಿಂತ ಎಲ್ಲ ಎವಡ ನಿಪ್ಪಾಟ ರೋಡಲ್ಲ ಮಧ್ಯೆ. ಓಕೆ,
മുസ്ലിം റളിയല്ലാഹുവിൻ്റെ ചരിത്ര ചൊല്ലേണ്ട കണ്ടെങ്കിൽ അലി റളിയല്ലാഹുവിൻ്റെ സഹോദരനായ അഖീൽ റളിയല്ലാഹുവിനെയും ഫാത്തിമ ബിൻത്ത് ഉത്ബ എന്നങ്ങനെ മോനായിട്ട് AD 680 ഹിജ്റ 12 മദീനത്തിൽ വെച്ചിട്ട് മുസ്ലിം റളിയല്ലാഹു ജനിക്കരുത്. മദീനത്തിലും മക്കത്തിലായിട്ട് ജീവിച്ചത്. മുസ്ലിം റളിയല്ലാഹു കൂഫക്ക് ബറഗു കാരണ മുആവിയ റളിയല്ലാഹുവിൻ്റെ മോനായ യസീദിനെ ഭരണ ഇഷ്ടമില്ലാത്ത കൂഫത്തെ ആൾമാർ ഹുസൈൻ റളിയല്ലാഹുവിനെ ഖലീഫ ആവുകബേനായിട്ട് കൂഫത്തേക്ക് വിളിച്ചോണ്ടിരുന്നാറ്. ആയെങ്ക ഇതിരെ ഹുസൈൻ റളിയല്ലാഹു കേട്ടോണ്ടില്ലಂತ. അങ്ങനെ ലാസ്റ്റിಗೆ ಬಂದ ഒരു ലെറ്റർ കാരണത്തിൽ മുസ്ലിം റളിയല്ലാഹുവിന് ചൊല്ലു ನಾನು കൂഫത്തേക്ക് പോണ്ടേ, അവിടുത്തെ ആൾമാർ നിങ്ങൾക്കു വഞ്ചന ആക്കില്ലെങ്കിൽ, നിങ്ങളെ നല്ല നോക്കറുണ്ടായെങ്കിൽ നിങ്ങൾക്കു ನಾನು ലെറ്റർ കടത്തരേ. അങ്ങനെ ഒലിമ്പം പോനൊന്നും ബയസുല്ലേ മുഹമ്മദ് ഇബ്രാഹിം ചൊല്ലി 2 മക്കളെ കൂട്ടിയുണ്ടു മുസ്ലിം റളിയല്ലാഹുവിന് കൂഫത്തേക്ക് പോണ്ടു. മുസ്ലിം റളിയല്ലാഹുവിൻ്റെ പെഞ്ഞായിര പേര് റുഖിയ ബിൻത്ത് അലി റളിയല്ലാഹു ആയിട്ടിക്കറ്. ഇങ്ങു ടോട്ടൽ 5 മക്ക ഇന്നാറ്. കൂഫത്തേക്ക് എത്തിയ മുസ്ലിം റളിയല്ലാഹുവിൻ്റെ റായത്തെ നേതാവായ തങ്ങന്മാരെ ബഹുമാനിക്കരെ, അതേപോലെ മുസ്ലിം റളിയല്ലാഹു ദേക്കു സൗകര്യം ആക്കി കൊടുത്ത ആളാണ് ഹാനി ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു. അയാളുടെ ഔത്തലായിട്ടിക്കറ് മുസ്ലിം റളിയല്ലാഹു ഇന്നതും. കൂഫത്തെ ആൾമാർ മുസ്ലിം റളിയല്ലാഹുവിൻ്റെ ഒട്ടിಗೆ ಬಂದಿട്ട് ഹുസൈൻ റളിയല്ലാഹു ಬಂದೆಂಗೆ ಎಲ್ಲ സൗകര്യ ആക്കി കൊടുക്കറ, അയാൾക്ക് എന്തും കൊറടി ആക്കില്ല ചൊന്നാറ്. മുസ്ലിം റളിയല്ലാഹു അങ്ങനെ വിശ്വസിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹുവിന് ലെറ്റർ കടത്തറ്. നിങ്ങൾ കൂഫത്തേക്ക് ബറ, ആൾമാർ നിങ്ങളെ നല്ലയിൽ നോക്കുവാറ്, നണ്ടേ നല്ലയിൽ നോക്കിക്കൊണ്ടുള്ളാറ് ചൊന്തു. ഈ ലെറ്റർ പോയാൽ പിന്നെ കൂഫത്തിൽ ഇന്ന് യസീദിനെ സപ്പോർട്ട് ആക്കറെ ആൾമാർ. യസീദ് ഭരണ ആക്കിക്കൊണ്ടിരുന്ന ഭരണകേന്ദ്ര ഡമസ്കസ് ആയിട്ടിന്ത്. അങ്ങ പോയിട്ട് ചൊന്നാറ് നിൻ്റെ ഭരണ പോണ്ടു, ಅದಕ್ಕೆ ಬೇನಾയിട്ട് കുതന്ത്ര കൂഫത്തിൽ നടന്നുകൊണ്ടുണ്ടു. ഇത് കേട്ട് യസീദിക്ക് ടെൻഷൻ ആവിടും. എന്തൊരു ആക്കറേണ്ടും ആവില്ല. ആലോചന ആക്കുമ്പോൾ സർഗുർമി ചൊല്ലെ മന്ത്രി ചൊല്ല ഇപ്പം കൂഫത്തിലുള്ള ഗവർണർ നൊമാൻ ഇബ്നു ബഷീർ ആയിട്ടിക്കറ്. അയാൾ വയസ്സായ ആളല്ലേ. കുറേ നാളത്തേക്ക് കൂഫത്തെ അധികാര ബസറത്തെ ഗവർണറായിട്ടുള്ള ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിക്ക് കൊടുക്കാം. അവനു അവിടുത്തെ കാര്യം നോക്കിയാലും ഇബ്നു സിയാദിക്ക് ലെറ്റർ കടത്തരാറ്. ബസറത്തിൽ ഇന്ന് ഇബ്നു സിയാദ് അവൻ്റെ എല്ലാവൻ്റെ ബസറത്തിൽ ഗവർണറാക്കിയിട്ട് നേരെ കൂഫത്തേക്ക് വേണ്ട. അങ്ങനെ ഇബ്നു സിയാദ് കൂഫത്തേക്ക് വന്നിട്ട് ചൊല്ല, ആരെങ്കിലും ഞങ്ങളെ ഭരണത്തേക്ക് എതിർന്നുണ്ടെങ്കിൽ, അതുപോലെ ഭരണ പൊലിക്കൊക്കെ വന്നെങ്കിൽ മുസ്ലിം റളിയല്ലാഹുവിന് ആശ്രയ കൊടുത്തെങ്കിൽ അങ്ങനെ ನಾನು കൊല്ലൂരെ. മുസ്ലിം റളിയല്ലാഹുവിനെ നക്ക് പിടിച്ചു തരണുണ്ടും ചൊല്ല. ആ ഒരു വിഷയം ചൊല്ലുമ്പോൾ അവിടെ ഹാനി റളിയല്ലാഹുവിനും ഇന്ത് ഔത്തുക്ക് വന്നിട്ട് മുസ്ലിം റളിയല്ലാഹുവിൻ്റെ വിഷയം ചൊല്ലിനോടും. മുസ്ലിം റളിയല്ലാഹുവിന് കേൾക്കറ് നിങ്ങൾക്ക് പേടിയുണ്ടാ? ഹാനി റളിയല്ലാഹുവിന് ചൊല്ലു, നക്ക് ഒരു പേടിയും ഇല്ല, നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കൊറു, നിങ്ങൾക്ക് എന്തും ആവത്ത പോലെ ನಾನು നോക്കറേ, നിങ്ങൾക്ക് എല്ലാ സഹായ സഹകരണ ನಾನು ആക്കറേ. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഹാനി റളിയല്ലാഹു അൻഹും അതേപോലെ ഷാരിഖ് ബിൻ ഉർവ റളിയല്ലാഹു അൻഹു, അതായത് ഹാനി റളിയല്ലാഹുവിൻ്റെ മൂത്തോനും ഇങ്ങനെ ഒട്ടിಗೆ വെച്ചിട്ട് ചോറിൻ്റെ സന്ദർഭത്തിലാണ് ഈ ഒരു വിഷയം മുണ്ടിക്കൊണ്ടിരുന്നത്. ആ ടൈമിൽ ഷാരിഖ് ബിൻ ഉർവ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഞങ്ങ ഇബ്നു സിയാദിനെ കൊല്ലുക, അവൻ്റെ കൊന്നെങ്കിൽ എന്തും പ്രശ്നം നടക്കില്ല, എങ്ങനെ കൊല്ലുടെ? ഷാരിഖ് ബിൻ ഉർവ റളിയല്ലാഹു അൻഹു ചൊല്ലു, നാണ് പണി പണ്ടതുപോലെ ചൊന്തു കിടക്കറേ, ഞങ്ങളിത് ഒരു നേതാവ് കുടുംബമല്ലേ, നണ്ട് നോക്കൂ ഇബ്നു സിയാദ് ബർവ, ആ നേരത്തിൽ നാണ് തെല്ല തന്നി എടുത്തുകൊണ്ട് ബറു ചൊല്ലേ. ആ ടൈമിൽ നിങ്ങൾ പുറവിലു വന്നിട്ട് അവൻ്റെ കൊല്ലോറു എല്ലാവരും ഒപ്പിയാറ്. അങ്ങനെ പിറ്റാണ്ട് ചൊന്ന പോലെമേ പനി വന്ന പോലെ കിടന്നിട്ട് ഇബ്നു സിയാദ് വന്ന തെല്ല് നേരെ കഴിഞ്ഞാൽ പിന്നെ ഷാരിഖ് ബിൻ ഉർവ റളിയല്ലാഹു അൻഹു ചൊല്ലു തന്നി എടുത്തുകൊണ്ട് ബറും. അങ്ങനെ 3 വട്ടം ചൊന്നപ്പോൾ ആരും വന്നില്ല. ആ നേര ഇബ്നു സിയാദ് ചൊന്ന നക്ക് തന്നി വേണ്ട, നാണ് പോണ്ടേ. അങ്ങനെ ചൊന്നിട്ട് പർത്താവുമ്പോൾ ഇബ്നു സിയാദ് മുസ്ലിം റളിയല്ലാഹു ഈ ഔത്തുಲು ಉಂಡುಂಡು ಗೊಂತವರು
കൂഫയിലേക്ക് എത്തി. ഇത് കൂഫ. അങ്ങനെ കൂഫ സിറ്റിಗೆ എത്തി. ഓക്കെ, അങ്ങനെ കൂഫയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ കൂഫയ്ക്ക് എത്തിയിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹുവിൻ്റെ മഖബറയ്ക്ക് പോയിട്ടുള്ള. ഇപ്പോൾ ഞങ്ങൾ ഒട്ടിಗೆ ഉള്ളത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളാർ. ഓക്കെ, എല്ലാവരും ഇത് ഫസ്റ്റ് ആയിട്ട് വന്നുള്ളൂ. സോ എല്ലാവരും നേരെ എക്സൈറ്റ് ആയിട്ടുള്ളാർ. പക്ഷെ അതോടെ പോയിട്ട് ബാക്കിയുള്ള കാര്യം. എക്സ്ക്യൂസ് മീ, സൈഡ് കിട്ടുക സാറോ? ഫ്രണ്ട്സ്, ഇതായിട്ട് ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹുയുടെ മഖബറ ഉള്ളത്. അങ്ങനെ ചൊന്നോ വന്ന് ചരിത്രത്തിൽ ഇബ്നു സിയാദ് പോയാൽ പിന്നെ ഷാരിഖ് ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു കേക്കറ്, എന്തേ നിങ്ങൾ ബരാത്തെ? അവൻ്റെ കണ്ടപ്പോൾ പേടിച്ചാറാ. അപ്പം മുസ്ലിം റളിയല്ലാഹു അൻഹു ചൊല്ലു, ഒർത്തകു ವಂಚನ ಹಾಕಿಟ್ಟು ನಂಗೆ ಭರಣಿ എടുക്കുന്നത് സമയല്ല, ವಂಚന ಹಾಕಿಟ್ಟು കൊല്ലുടതും സമയല്ല. ആയെങ്ക ഇതിൽ ലാഭായത് ഇബ്നു സിയാദ്ಗೆ ആയിട്ടിಂತ. ഇബ്നു സിയാദ്ಗೆ മുസ്ലിം റളിയല്ലാഹു അൻഹു ഹാനി റളിയല്ലാഹു അൻഹു ഔത്തുಲು ഉണ്ടുಂಟು ಗೊತ್ತಾയതിൽ അയാളെ പിടിക്കുക ബേനായിട്ട് 80 സൈനികന്മാരെ കടത്തിയിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു പിടിക്കുക ചൊല്ല. അങ്ങ ഹാനി റളിയല്ലാഹു അൻഹു ഔത്തു ചുറ്റും കൂടിയാറ്. അങ്ങനെ ആ സൈനികന്മാർ ഹാനി റളിയല്ലാഹുവിനെ പിടിച്ചോണ്ട് പോണ്ടാറ്. ഹാനി റളിയല്ലാഹുവിൻ്റെ ജയിലിൽ ഇടാറ്. കാരണം മുസ്ലിം റളിയല്ലാഹുവിന് ആശ്രയ കൊടുത്തത്. അവിടെ രക്ഷപ്പെട്ടിട്ട് മുസ്ലിം റളിയല്ലാഹുവിനു പോണ്ടു. പിന്നെ മുസ്ലിം റളിയല്ലാഹുവിനു കൂഫത്തെ ആൾമാരെ വിളിച്ചിട്ട് ചൊല്ലു, നിങ്ങ കാരണമായിട്ടേക്കറ് നാണ് വന്നത്. നൻ്റെ കാരണത്തിൽ ഇപ്പം ഹാനി റളിയല്ലാഹുവിനു ജയിലിൽ പോയിട്ട് അയാളെ ഞങ്ങൾക്ക് ബുടുപ്പാട്ടണോ, നണ്ടൊട്ടിಗೆ നിങ്ങൾ കൂടണോ. അങ്ങനെ 500 ആൾമാർ കൂടിയിട്ട് ദാറുൽ ഹിമാറാത്ത് അവിടേക്ക് പോണ്ടാറ്. ഇബ്നു സിയാദ് ഇന്ന് കോട്ട അവിടുത്തെ ജയിലിലായിട്ടുണ്ട് ഹാനി റളിയല്ലാഹു അൻഹു ഉള്ളത്. ഇൻഷാ അല്ലാഹ് ദാറുൽ ഹിമാറാത്ത് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാട്ടറേ. അങ്ങനെ വന്നപ്പോൾ ഇബ്നു സിയാദ് ദാറുൽ ഹിമാറാത്തിന് മേലെ ഇബ്നു സിയാദ് നൊമാൻ ഇബ്നു ബഷീർ ഇട്ട് ചൊല്ല, നക്ക് നല്ല അമ്പ് ബിഡ്രെങ്കിൽ ആൾമാരെ വേണം. അങ്ങനെ കുറേ ആൾമാരെ സെറ്റാക്കിയിട്ട് എടുത്തിട്ട് ദാറുൽ ഇമാറാത്തിന് മേലെ നിപ്പാട്ട. എന്നിട്ട് ചൊല്ല, ഈ ബണ്ട് ആൾമാരെ എതിർക്ക് നിങ്ങൾ എന്താക്കറു, അമ്പ് ಬಿಡರು. അങ്ങനെ മേലെ തട്ടൊന്നുണ്ടില്ല. അവിടെ ബുഡ്രാറുണ്ട് ഗൊന്തിങ്ക് കൂഫത്തെ ആൾമാർ ഓടിപ്പോണ്ടാറുണ്ട് ഇബ്നു സിയാദ്ക്ക് ഗൊന്തിന്ത്. അങ്ങനെ അങ്ങെല്ലാവരും അമ്പ് ಬಿಡುക തുടങ്ങിയാറ്. ഈ അമ്പു ബുഡ്രത് കണ്ടിട്ട് എല്ലാ ആൾമാരും പേടിച്ചിട്ട് ഓടിപ്പോയാറ്. അയാളുടെ പെരവിലും ആരുമില്ലെന്ത്. എല്ലാ ആൾമാർ ഓടിപ്പോണ്ടാറ്. മുസ്ലിം റളിയല്ലാഹു അൻഹു മാത്രം ബാക്കിയാവടും. മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടെ രക്ഷപ്പെട്ടിട്ട് പോണ്ടു. ഇബ്നു സിയാദ് ചൊല്ല, മുസ്ലിം റളിയല്ലാഹുവിൻ്റെ പിടിച്ച് തണ്ട നോക്കൂ 1000 ദീനാറ് എന്നാണ് തൻ്റെ. മുസ്ലിം റളിയല്ലാഹു അൻഹു തങ്ങന്മാരെ ഇഷ്ടപ്പെട്ടേ ഒരു ഉമ്മ ആശ്രയ കൊടുക്കರು. ആയെങ്ക ആ ഉമ്മരെ മോണു പൈസത്തെ ആശക്ക് ഹാനി റളിയല്ലാഹു അൻഹുരെ ഔത്തുലുല്ലേ മക്കളെ കൂട്ടിയൊണ്ട് ബണ്ടാണ്ട് കലവ് ചൊന്നിട്ടു ഇബ്നു സിയാദൊട്ടിಗೆ ಬಂದಿട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു ഞങ്ങളെ സ്വന്തം ഔത്തുಲು ഉള്ളാണ്ട് ചൊല്ല. ഇബ്നു സിയാദ് 120 സൈനികന്മാരെ കടത്തിയിട്ട് ആ ഉമ്മരെ ഔത്തുകു സൈനികന്മാരെ ചുറ്റു കൂടുവാട്ര. അങ്ങനെ മുസ്ലിം റളിയല്ലാഹു അൻഹു പിടിച്ചോണ്ടു ബണ്ടാറ്. മുസ്ലിം റളിയല്ലാഹു അൻഹുരെ ജയിലിಗೆ ഇടാറ്. മുസ്ലിം റളിയല്ലാഹു അൻഹുരെ ജയിലിಗೆ പോകുന്ന വിഷയ കേട്ട് കൂഫത്തെ ആൾമാർ മുസ്ലിം റളിയല്ലാഹു അൻഹുരെ ബുടുപ്പാട്ടുക ബേനായിട്ട് 5000 ആൾമാരെ ദാറുൽ ഹിമാറത്തിനോടേക്ക് ബണ്ടാറ്. ഈ കാണ്ടെ കോട്ടയുടെ അവശിഷ്ട കാണ്ടില്ലേ, ഇതേ ദാറുൽ ഹിമാറാത്ത് ഇബ്നു സിയാദിരെ കോട്ടೆ. ഇപ്പം അതിരെ തെല്ല് ഭാഗം മാത്രമേ ഉള്ളേ.
ಊಡೆಗೆ ಆ ಆಲ್ಮಾರ್ ಬನ್ನಪ್ಪ ಇಬ್ನ್ ಜಿಯಾದ್ ಮುಸ್ಲಿಂ റളിയല്ലാഹുവിനെയും ഹാനി റളിയല്ലാഹുവിനെയും ഈ കോട്ടയുടെ മേൽ കൂട്ടിയോണ്ട് ബണ്ട ആ ആൽമാർ ബന്നോണ്ട് ഇന്നിങ്കമേ ഈ ജണ്ട് ആൽമാർ മുസ്ലിം റളിയല്ലാഹുവിനെയും ഹാനി റളിയല്ലാഹുവിനെയും അങ്ങോ കാണ്ടെ പോലെമേ തലയുടെ മേ കൊത്തിയിട്ട് എടുക്കറ ഇന്നാലില്ല മാത്ര അല്ല തലയുടെ ഈ കാണ്ടെ ദാറുൽ ഹിമാറാത്ര എതിർ തൂക്കിയിട്ട് ചൊല്ല ഈ ഭരണത്തിക്ക് എതിർ നിണ്ടെങ്കിൽ ഇതേ അവസ്ഥ നിങ്ക് ബറോ ഇത് കണ്ട് രൂപത്തെ ആൽമാർ എന്തും ആക്കുക ആവാണ്ട് റിട്ടേൺ പോണ്ടാറ്. അങ്ങനെ ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹും അതേപോലെ ഹാനി റളിയല്ലാഹു അൻഹും ഹിജ്റ 60 ദുൽഹജ്ജ് ഒലിമ്പോ ഒരു അറഫ 4 ഷഹീദാവടതു. AD 680 സെപ്റ്റംബർ 10 ഈ ഒരു സംഭവം നടന്നത്. ഈ കാണ്ടതാണ് ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹുരെ മക്ബറ ഉള്ളെ ജാഗ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങലൊട്ടിಗೆ ഞങ്ങളെയും സ്വർഗ്ഗത്തിൽ കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. يا نفس إن لم تظفري لا تجزعي وإلى موائد جود مولاك ارجعي. يا نفس إن لم تظفري لا تجزعي وإلى موائد جود مولاك ارجعي. وإذا تأخر مطلب فلربما في ذلك التأخير كل المطمع. فاستأنسي بالمنع وارعي حقه إن الرضا وصف المنيب الألمع. മുസ്ലിം റളിയല്ലാഹു അൻഹുടെ മക്ബറത്തെ നേരെ എതിർകാണ് ബഹുമാനപ്പെട്ട ഹാനി റളിയല്ലാഹു അൻഹുടേതും മക്ബറ ഉള്ളത്. ബഹുമാനപ്പെട്ട ഹാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു കൂടെ സിഫിൻ യുദ്ധത്തുക്കും അതേപോലെ ജമൽ യുദ്ധത്തുക്കും കൂടിയ ഒരു ആൾ കൂടി ആയിട്ടുണ്ട്. ഈ കാണ്ടതാണ് ബഹുമാനപ്പെട്ട ഹാനി റളിയല്ലാഹു അൻഹുടെ മക്ബറ ഉള്ളത്. وإذا بدا من ناطق الوجدان ما يدعوك للياس الذميم الأشنع فاستيقظي من نومة الغفلات وليكن الرجاء لك مرتعا فيه ارتعي. يكن الرجاء يكن الرجاء لك مرتعا فيه ارتعي. إن العطاء امداده متنوع. إن العطاء امداده متنوع. يا حسن هذاك العطاء المتنوع. وردوا على نهر الحياة وكلهم شربوا وكم. ഈ കാണ്ടെ മഞ്ഞ കുബ്ബറക്കയിൽ ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹുടേതും അതേപോലെ ഈ കാണ്ടെ പച്ച കുബ്ബറക്കയിൽ ബഹുമാനപ്പെട്ട ഹാനി റളിയല്ലാഹു അൻഹുടെയും മക്ബറാണ് ഉള്ളത്. ഈ രണ്ട് മക്ബറത്തെ വലത്തെ സൈഡിലാണ് നിസ്കരിക്കുകയിലെ ജാഗ, അതായത് പള്ളി. ഇൻഷാ അള്ളാഹ് ബണ്ട് ഭാഗത്തിൽ ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ ജാഗങ്ങ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിൻ്റെ അലി റളിയല്ലാഹുവിൻ്റെ മയ്യത്ത് കുളിപ്പാട്ടിയ ജാഗ, അലി റളിയല്ലാഹുവിൻ്റെ
കൊന്നെങ്കിത്തെ ജാഗ. അതേപോലെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിൻ്റെ മക്ബറ, അതേപോലെ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മക്ബറ, അതേപോലെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ മക്ബറ, അതേപോലെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ കാലത്തിലുണ്ടായ ബെല്ല പറയുമ്പോൾ ആ ബെല്ല ഉദ്ഭവ ആയെങ്കിത്തെ ആ ഒരു ജാഗ. ഇൻഷാ അള്ളാഹ് എല്ലാവരും ഈ വീഡിയോ ഷെയർ ആക്കറു, കമൻറ്റ് ആക്കറു. ഇത്രത്തോളം നോക്കി നിങ്ങൾ എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.